നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ പൂരനഗരിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അതെല്ലാം ചർച്ച ചെയ്യുന്നതിന് കളക്ടർ വി.ആർ. കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജനുവരി 3 വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന പരിപാടിക്കാവശ്യമായ തയ്യാറെടുപ്പുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തു. അതേസമയം ശബരിമല വിഷയത്തിൽ ഉയർന്ന വികാരം വോട്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് പാഠം പഠിച്ചു സംഘപരിവാർ. സ്ത്രീ മുന്നേറ്റത്തെ പരമാവധി വോട്ടുപെട്ടിയിലാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ വരവ്. ജനുവരി 3 പരിപാടി. സ്ത്രീ ശക്തി സംഗമത്തിന് പുറമെ സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോയുമുണ്ട്. വനിതകൾക്ക് കൂടി സ്വീകാര്യമായ നേതാക്കളെയും ജനപ്രിയരെയും മുന്നോട്ടിറക്കിയാണ് പരിപാടിക്കായുള്ള പ്രചരണം. രാഷ്ട്രീയത്തിനതീതമായി പിന്തുണയാർജിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശൂരിലെ ജയസാധ്യത പരമാവധി ബലപ്പെടുത്തുകയും ലക്ഷ്യമാണ്. ശബരിമല വിഷയത്തിൽ ഏറ്റവും ആവേശപൂർവ്വം പ്രതികരിച്ചത് സ്ത്രീകളാണെന്നാണ് വിലയിരുത്തൽ. ഈ ആവേശത്തെ വോട്ടാക്കാൻ കഴിയാതിരുന്നത് വിശ്വസ്തരെന്ന് കരുതാവുന്ന നേതാക്കളുടെ അഭാവം കാരണമാണെന്നാണ് വിശകലനം. ചില മുതിർന്ന നേതാക്കളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിൽ വരുന്ന വനിതകളുടെ കമന്റുകളാണ് സ്വീകാര്യത കുറവ് കണക്കാക്കാൻ സഹായിച്ചത്. എന്നാൽ പല കാരണങ്ങളാൽ സജീവമല്ലാതായ നേതാക്കളോട് പ്രതികരണക്കാർക്കുള്ള ആഭിമുഖ്യവും പ്രതികരണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇങ്ങനെയാകണം നേതാവ് തുടങ്ങിയ കമന്റുകൾ മിക്കപ്പോഴുമുണ്ട്. സ്ത്രീ സമൂഹം വിശ്വസിക്കുന്ന നേതാക്കളെ രംഗത്തിറക്കി നേട്ടം കൊയ്യാനാണ് പദ്ധതി. തൃശൂരിന് പുറമെ എറണാകുളം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വനിതകളെയാണ് പരിപാടിയിൽ പ്രധാനമായും എത്തിക്കുക. ഇതിനു പുറമെ സംഘപരിവാറിന്റെ മാതൃസമിതികളിലെ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കും. സംഘാടക സമിതിയുടെ രക്ഷാധികാരി പി.ടി. ഉഷയാണ്. ഡോക്ടർ ശോശാമ ഐപ്പാണ് ചെയർമാൻ. കെ.വി. റാബിയ, വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരും. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിതയാണ് ജനറൽ കൺവീനർ. അതേസമയം പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്കാവശ്യമായ കുടിവെള്ളം, വോളണ്ടിയർമാരുടെ സേവനം, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒരുക്കങ്ങൾ വിശകലനം ചെയ്യുവാൻ 30 വീണ്ടും യോഗം ചേരും. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന യോഗത്തിൽ സബ് കളക്ടർ മുഹമ്മദ് ഷബിയും മറ്റ് വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്തു. ജനുവരി 3 തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നഗരത്തിലുണ്ട്. ഈ സമയത്ത് മിനി പൂരം ഒരുക്കാനാണ് അനുമതി തേടിയത്. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ധനസഹായം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുകയാണ്. തൃശൂരിലെത്തുന്ന മോദി തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സ്ത്രീശക്തി സംഗമത്തിനും പങ്കെടുക്കും. അംഗനവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വനിതാ സംരംഭകർ, സാമൂഹിക പ്രവർത്തകർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗത്തിലുള്ള 2 ലക്ഷത്തോളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തുക. അതേസമയം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ് എന്ന് വ്യക്തം. മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചതെന്നാണ് വിശദീകരണം. തൃശൂരിൽ പ്രധാനമന്ത്രി മോദി എത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടാൻ കൂടിയാണിത്. ഇതിനിടെയാണ് മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം തുടങ്ങിയത്. നേരത്തെ പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വരണമെന്ന നോട്ടീസ് നൽകി വിട്ടയച്ചു. ഇതിന് പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തേടലാണെന്ന വിലയിരുത്തൽ ഉയർന്നിരുന്നു. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു പരാതിക്കിടയായ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ പിടിച്ചത്. ഒഴിഞ്ഞുമാറിയ ശേഷവും ഇത് ആവർത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തക കൈതട്ടിമാറ്റി. മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചെന്ന് കാട്ടിയുള്ള പരാതിയിൽ 354 വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുറ്റപത്രത്തിൽ IPC 354 വകുപ്പ് കൂടി ഉൾപ്പെടുത്തണമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയുടെ നിരീക്ഷണം നിർണായകമാകും. IPS 354A, 14 വകുപ്പുകൾക്ക് പുറമെ 354ഉം 119 വകുപ്പും ചുമത്തിയാണ് കേസ്. ഒക്ടോബർ 27 സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ മാപ്പ് തള്ളിയ പരാതിക്കാരി കേസുമായി മുന്നോട്ടു പോവുകയായിരുന്നു. നടക്കാവ് പോലീസാണ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തത്. താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതിക്കാരി രഹസ്യമൊഴി നൽകിയിരുന്നു.
വാത്സല്യത്തോടെയാണ് മാധ്യമപ്രവർത്തകയോട് പെരുമാറിയതെന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നുമായിരുന്നു സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് അന്വേഷണത്തിന് ശേഷം പോലീസിന്റെ നിഗമനം. പരാതിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷിമൊഴിയും വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആദ്യ ചുമത്തിയ 354A വകുപ്പിന് പകരം IPC 354 തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചത്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത്. കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിലുണ്ടാകും. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കുറ്റമാണ് ഈ വകുപ്പിലുള്ളത്. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് നടക്കാവ് SI ബിനു മോഹൻ വിശദീകരിച്ചിരുന്നു. നന്ദി, നമസ്കാരം.